2020 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. മത്സരം നടക്കുന്നത് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലും. ഈ ടൂർണമെന്റിലെ മികച്ച രണ്ട് ടീമുകൾ നേർക്കുനേരെത്തുമ്പോൾ ഒരു മികച്ച മത്സരം തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിന് ഒരുപാട് വിജയപരാജയങ്ങളുടെ കഥ കൂടി പറയാനുണ്ട്. 4 പതിറ്റാണ്ട് മുൻപ് ഒരു ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടോട് പരാജയപ്പെട്ടത് ഇതേ വാങ്കഡെ സ്റ്റേഡിയത്തിലായിരുന്നു. അതേ വേദിയിൽ വീണ്ടും ഒരു ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം വരുമ്പോൾ ആരാധകർക്ക് വിജയത്തിൽ കുറഞ്ഞ് ഒന്നും തന്നെ ചിന്തിക്കാൻ കഴിയില്ല. 1987 കപിലിന്റെ നേതൃത്വത്തിൽ വാങ്കഡയിൽ ഇന്ത്യ ലോകകപ്പ് സെമിഫൈനൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: കിരീടം നിലനിർത്തുക. എന്നാൽ ഇംഗ്ലണ്ട് സെമിയിൽ ഇന്ത്യയെ വീഴ്ത്തി ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്തിരുന്നു. വാങ്കഡെ സ്റ്റേഡിയത്തിലെ ഇതേ മണ്ണിൽ തന്നെയാണ് MS ധോണിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം 2011 ഏകദിന ലോകകപ്പ് കിരീടം ഉയർത്തിയത്. അന്ന് ഫൈനലിൽ ശ്രീലങ്കയെ വീഴ്ത്താൻ ഇന്ത്യ കരുത്തായി മാറിയത് ഓപ്പണറായി ഇറങ്ങിയ ഗൗതം ഗംഭീറിന്റെ മികച്ചൊരു ഇന്നിംഗ്സ് ആയിരുന്നു. അന്ന് മികച്ച പ്രകടനം പുറത്തെടുത്ത ഗംഭീർ ഇന്ന് ഇന്ത്യയുടെ പ്രധാന പരിശീലകനായി ടീമിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കൗതുകം. 2014 T20 ലോകകപ്പിൽ ഇന്ത്യ വീണ്ടും ഒരു സെമിഫൈനൽ മത്സരം കളിച്ചത് വാങ്കഡയിൽ വെച്ചായിരുന്നു. എന്നാൽ അന്ന് വെസ്റ്റ് ഇൻഡീസിനോട് പരാജയപ്പെട്ട് ഇന്ത്യ സെമിയിൽ പുറത്താകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ എന്ത് സർപ്രൈസ് ആകും വാങ്കഡെ സ്റ്റേഡിയം കാത്തുവച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ കൂടെയാണ് ആരാധകർ ഉള്ളത്.